PJ കുര്യനുമായി നടത്തിയത് സൗഹാർദ്ദപരമായ സംഭാഷണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പാലക്കാട് മത്സരിക്കില്ലെന്ന കുര്യന്റെ പരാമർശത്തെക്കുറിച്ച് സംസാരിച്ചില്ല. പറയാത്ത കാര്യമാണ് വാർത്തയായി വന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെന്നിത്തലയുമായി സംസാരിക്കുന്നതോടെ സംസാരിക്കാത്തതോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി തോന്നിയിട്ടില്ലെന്നും മാങ്കൂട്ടത്തിൽ. കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഈപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത്, ഞാനിപ്പോൾ തിരക്കായിട്ട് പോകാൻ, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കാലത്ത് ഞാൻ കൈകടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം, മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര വലിയ കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എല്ലാ പൊതുപ്രവർത്തകരും പരസ്പരം കാണുന്നു, സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. ബലാത്സംഗ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് UDF ഇക്കുറി സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായതോടെ പാലക്കാട് 6 സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകളും സജീവം. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ ഉയരുന്നത്. സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് AICCക്കുള്ളതിനാൽ ഷാഫി പറമ്പിൽ മത്സരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്.